എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഹീറോയും ചപ്രത്തലേനും അവര് രണ്ടുപേരും ഇപ്പൊ പരസ്പരം നോക്കി നിൽക്കും. അപ്പൊ ചപ്രത്തലേൻ ഹീറോയോട് ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റ് ഇടാൻ പറയും. അത് കേട്ട് ഇസുക്ക് പയ്യൻ അവൻ ഓടണോ അതോ ഫൈറ്റ് ചെയ്യണോ എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. പക്ഷെ അപ്പോഴേക്കും ചപ്രത്തലേൻ അവൻ കൈ മുഴുവൻ ഇപ്പൊ ഫയർ പവറുമായി വന്ന് ചാടി വന്ന് നമ്മുടെ ചെക്കനെ ഇപ്പൊ അടിക്കാനായിട്ട് തുടങ്ങും. ഇസുക്ക് പയ്യൻ അവനെ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ഇസുക്ക് പയ്യനെ പിടിച്ചു വലിച്ച് ഇപ്പൊ വീണ്ടും പൊറഞ്ച് ഇടിക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയം ഇവരുടെ ഫൈറ്റിന്റെ സൗണ്ടും അതിൽ നിന്നുണ്ടായ ഫയറും കണ്ട് എമർജൻസി അലാം അതിപ്പോ ഓണാവും. അതിന്റെ സൗണ്ട് കേട്ട് ഐസമ മാസ്റ്റർ ആള് ടെൻഷനായിട്ട് ഇപ്പൊ പുറത്തേക്ക് ഓടി വരും. കട്ട് ചെയ്ത ചപ്രത്തലയൻ അവൻ ഫ്ലാഷ് ബാക്കിലെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ ഓർത്തോണ്ടേയിരിക്കും. ചെറുപ്പത്തില് അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നത്, പിന്നീട് ചപ്രത്തലയന് അവന് പവർ കിട്ടിയത്, അതിനുശേഷം ഇസുക്കിന് ആ 1 for all പവർ കിട്ടി അവൻ ഓരോ സമയത്തും അവന്റെ മുൻപിൽ തോക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് അവന് വീണ്ടും അവന്റെ ദേഷ്യം അത് എരച്ചു കയറി അവൻ അടിക്കാനായിട്ട് വരും. പക്ഷെ അവന്റെ കാല് തടഞ്ഞ് അവൻ താഴെ വീഴും. അതുകൊണ്ട് നമ്മുടെ ചെക്കൻ അവൻ ഓടി വന്ന് ഇപ്പൊ കൈ കൊടുത്ത് അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ചപ്രത്തലേന് അതും തീരെ ഇഷ്ടപ്പെടില്ല. അവൻ ഇസക്കിന്റെ കൈ തട്ടി മാറ്റി വീണ്ടും അവനോട് ഫൈറ്റിന് വരാൻ പറയും. നീ എപ്പോഴും എന്നെ കഴിഞ്ഞും ഒരുപാട് താഴത്തായിരുന്നു. എനിക്ക് സ്വപ്നത്തിൽ പോലും നീ എന്നെ കഴിഞ്ഞ് ഉയരങ്ങളിൽ എത്തുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. നിന്നെക്കാൾ കൂടുതൽ ചിരിക്കുട്ടനെ സ്നേഹിച്ചതും ബഹുമാനിച്ചതും ആരാധിച്ചതും ഞാനാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഒരു പവറും ഒരു ഉപയോഗവും ഇല്ലാത്ത നിനക്ക് മാത്രം ആ ഒരു പവർ അതവൻ തന്നു? നീ എന്തൊക്കെയോ കള്ളക്കളി കളിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അപ്പോഴായിരിക്കും ഇസുക്ക് പയ്യന് മനസ്സിലാവുക ഇവൻ ഒരുപാട് ദിവസങ്ങളായി ഇതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ എപ്പോഴും എന്നെ ഒരു അടിമയായി മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇനിയും അവനെ ഉപദേശിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ ആരാണെന്നും എന്റെ പവർ എന്താണെന്നും എന്റെ സ്ട്രെങ്ത് അതെന്താണെന്നും ഉറപ്പായിട്ടും ഇവന് കാണിച്ചു കൊടുക്കണം. എങ്കിലും മാത്രമേ ഇവന് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മുടെ ചെക്കൻ വിളിച്ചു പറയും, ഞാൻ ഒരിക്കലും നിന്റെ അടിമയല്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എന്റെ കഴിവും പവറും ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തണം. കമോൺ കമോൺ, ഫൈറ്റ് ചെയ്യാൻ ഞാനും റെഡിയാണെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ചെക്കൻ അവൻ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഇപ്പൊ ചാടി ചാടി നിൽക്കും. അങ്ങനെ രണ്ട് ടീമും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ ഫൈറ്റ്. നമ്മുടെ ഹീറോയുടെ കയ്യില് നമ്പർ 1 പവറൊക്കെ ഉണ്ടെങ്കിലും ചപ്രത്തലേന് മുൻപില് അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. ചപ്രത്തലേൻ അവൻ അങ്ങനെ ഹീറോയെ വാരിയെടുത്ത് നിലത്തൊരൊറ്റ അടി. ആ ഒരു അടിയില് ഇപ്പൊ ഹീറോ കറങ്ങി അടിച്ചു വീഴും. ചപ്രത്തലേന് ഓൾറെഡി അവന്റെ സൂപ്പർ പവർ അത് ചെറുപ്പത്തിൽ തന്നെ അവന് കിട്ടിയതാണ്. അതവന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരു ഭാഗമാണ്. അവൻ ചെറുപ്പം മുതലേ ഒരുപാട് ട്രെയിനിങ് എടുത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ഇസുക്ക് പയ്യന് അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല. കാരണം ഇസുക്ക് പയ്യൻ അവന് 1 for all പവർ കിട്ടിയിട്ട് വളരെ കുറച്ചു കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. വിടില്ല എന്ന് നിലവിളിച്ച് ചപ്രത്തലയും വീണ്ടും പുറഞ്ചം നമ്മുടെ ചെക്കനെ ഇടിച്ച് ഇപ്പൊ താഴേക്കിടും. ചപ്രത്തലയും ദേഷ്യപ്പെട്ടു പറയും, ഞാൻ അടികിട്ടി വീഴുമ്പോ എനിക്ക് കൈ തരാൻ നീ ആരാ? നിനക്ക് ആ 1 for all പവർ ഉണ്ട് എന്നുള്ള അഹങ്കാരമാണല്ലേ? നിനക്ക് എന്തൊക്കെ പവർ ഉണ്ടെങ്കിലും എന്റെ മുൻപില് നീ വെറും ബിഗ് സീറോ ആണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ ഇസുക്ക് പയ്യൻ അവന് ടെൻഷനാവും. ആക്ച്വലി ഇസുക്ക് പയ്യൻ ചപ്രത്തലേന്റെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ അവൻ ഫോളോ ചെയ്യുന്നുണ്ട്. ചപ്രത്തലേന്റെ കഴിവും അവന്റെ പെർഫോമൻസും കാണുമ്പോ അവനോടുള്ള ഇഷ്ടം ഇസുക്കിന് കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ ഹീറോ വിളിച്ചു പറയും, ഞാൻ ചിരിക്കുട്ടനെ കഴിഞ്ഞും ഒരുപാട് കാര്യങ്ങള് നിന്നെ കണ്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞ് അവന്റെ പവർ അത് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് അവൻ ഇടിക്കാനായിട്ട് ഇപ്പൊ ഓടി അടുക്കും. അവസാനം നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ കട്ടയ്ക്ക് പൊരിഞ്ഞ അടി ബഹളം. പക്ഷെ ഫൈറ്റിന്റെ അവസാനം ചപ്രത്തലയൻ അവന്റെ ഫുൾ പവർ എടുത്ത് ഹീറോയുടെ മുഖത്ത് പിടിച്ച് ഇപ്പൊ തറയിലൊരൊറ്റ അടി. ആ അടിയില് ഹീറോയുടെ ഫ്യൂസ് പോയി. പിന്നെ അവനെ കൊണ്ട് അനങ്ങാൻ കഴിയില്ല. ചപ്രത്തലയൻ അവനിപ്പോ ഹീറോയുടെ ബോഡിയിൽ കയറിയിരിക്കും. അവൻ പറയും, എന്റെ മുൻപിൽ നീയോ 1 for all പവറോ ഒന്നുമല്ല. എന്റെ പവർ അതുക്കും മേലെയാണ്. എന്നെ തോൽപ്പിക്കാൻ നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. അവനത് പറഞ്ഞു തീർക്കുന്ന അതേ സമയത്ത് ഇപ്പൊ നമ്മുടെ ചിരിക്കുട്ടൻ ആളവിടേക്ക് വരും. നിർത്തിടാ നിങ്ങള്, എല്ലാവർക്കും മാതൃകയാവണ്ട. സൂപ്പർ ഹീറോസ് ഒരിക്കലും തമ്മിൽ ഫൈറ്റ് ചെയ്യാറില്ല. ചിരിക്കുട്ടൻ ചപ്രത്തലേനോട് പറയും, നിനക്കറിയേണ്ടത് ഞാൻ എന്തുകൊണ്ട് 1 for all പവർ എന്തുകൊണ്ട് ഇസുക്ക് പയ്യന് കൊടുത്തു എന്നല്ലേ? ആക്ച്വലി പവറും കഴിവും എല്ലാം കൂടുതൽ നിനക്ക് തന്നെയാണ്.
പക്ഷെ നിനക്കില്ലാത്ത ഇസുക്കിന് മാത്രമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. മെന്റൽ സ്ട്രെങ്ത്, മറ്റുള്ളവരോടുള്ള സ്നേഹം, അവരെ സഹായിക്കാനുള്ള മനസ്സ്. അതൊക്കെ കൊണ്ടാണ് എന്റെ പവർ ഞാൻ അവന് കൊടുക്കാൻ കാരണം. അതിന് ചപ്രത്തലയും പറയും, ഞാനും മെന്റലി വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് പേരുടെ ജീവൻ ഞാനും രക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയായിരുന്നു. എന്തുകൊണ്ട് എന്റെ ഗുഡ് ക്വാളിറ്റീസ് മാത്രം നിങ്ങൾ കണ്ടില്ല? അത് കേൾക്കുമ്പോ ഇപ്പൊ ചിരിക്കുട്ടനും ഒരുപാട് വിഷമാവും. ചിരിക്കുട്ടൻ അവനെ ഹഗ് ചെയ്ത് പതിയെ പതിയെ ഇപ്പൊ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. ചിരിക്കുട്ടൻ വീണ്ടും പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പവറുണ്ട്. അത് രണ്ടും ചേർത്ത് വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സിറ്റിക്ക് ആദ്യമായിട്ട് നമ്പർ 1 സൂപ്പർ ഹീറോസ് 2 പേരുണ്ടാവും. അത് മറ്റാരുമല്ല, നിങ്ങൾ 2 പേരുമായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനുള്ള എല്ലാ ടാലൻസും ഞാൻ കാണുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിയുമ്പോ ഇപ്പൊ ചപ്രത്തലയൻ അവൻ ഒരു സെക്കൻഡ് ഒന്നും മിണ്ടില്ല. അവൻ പതിയെ ഇപ്പൊ ഇസുക്ക് പയ്യന്റെ തൊട്ടടുത്ത് പോയിരിക്കും. അവൻ പറയും, നീ പഴയതിലും ഒരുപാട് ബെറ്ററായി. നീ നല്ല രീതിയിൽ 1/4 പവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല എന്നോടും നീ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തു. നിനക്ക് വലിയൊരു ഫ്യൂച്ചർ ഉണ്ട്. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ ചെക്കന് ഒരുപാട് ഹാപ്പി ആവും. ചപ്രത്തലയും പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. 1/4 പവർ അത് നിനക്കാണ് ചിരിക്കുട്ടൻ തന്നെന്നുള്ള കാര്യം ഞാനായിട്ട് ആരോടും പറയില്ല. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ 2 ആൾക്കാർ ഷോക്കാവും. അവർ ഒരു സെക്കൻഡ് ഇത് ചപ്രത്തലയൻ തന്നെയാണോ പറയുന്നത് എന്ന് ചിന്തിക്കും. അങ്ങനെ നമ്മുടെ 2 ചെക്കന്മാരും ഇപ്പൊ പാച്ചപ്പ് ആയിട്ട് ഒരുമിച്ച് മുൻപോട്ട് നടക്കും. അപ്പൊ ചിരിക്കുട്ടൻ 1/4 പവർ എന്താണെന്നും അതെങ്ങനെയാണ് ഹാൻഡ് ഓവർ ആയി വന്നതെന്നും ആ പവർ അത് ഫ്യൂച്ചറിനുള്ളതാണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചപ്രത്തലയന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ചപ്രത്തലയൻ പറയും, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും 1/4 പവറിനെ കഴിഞ്ഞും വലിയ പവർ അതെന്റേതാണെന്ന് ഞാൻ തെളിയിക്കും. അത് കേട്ട് ഇസുക്കും വിട്ടുകൊടുക്കില്ല. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ചിരിക്കുട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്. അതുപയോഗിച്ച് 1/4 പവർ അത് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്ത് ഞാൻ തന്നെ നമ്പർ 1 ആവും. അങ്ങനെ 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് വീണ്ടും പൊരിഞ്ഞ അടി ബഹളം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ 2 ആശാമാരും ഇപ്പൊ ഹോസ്റ്റലിലെത്തും. ഹോസ്റ്റലിലെത്തിയ ഉടനെ ഐസമ മാസ്റ്റർ അവർ 2 പേരെയും തൂക്കിയെടുത്ത് ഇടിക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ലൈസൻസ് കിട്ടിയ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ പരസ്പരം ഇടികൂടും. അത് കണ്ട് ചിരിക്കുട്ടൻ ആളവിടേക്ക് വന്ന് ഇപ്പൊ ഐസമ മാസ്റ്ററോട് വളരെ സീക്രട്ട് ആയിട്ട് ഒരു കാര്യം പറയും. ആക്ച്വലി ചപ്രത്തലേനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവർ തമ്മില് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവർ 2 പേരെയും നീ വെറുതെ വിട്ടേക്ക്. അത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ ഐസമ മാസ്റ്റർ അവർ 2 പേരെയും വിട്ടയക്കും. പക്ഷെ ഒരു ചിന്ന ട്വിസ്റ്റ്, അവർ 2 പേരും റൂൾസ് ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഇസുക്ക് പയ്യന് 3 ദിവസം സസ്പെൻഷൻ കൊടുക്കും. അവൻ 3 ദിവസം ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ചപ്രത്തലേന് 4 ദിവസവും. ഈ ദിവസങ്ങളില് അവർ 2 പേരും വേണം ഹോസ്റ്റൽ മുഴുവനായിട്ടും ക്ലീൻ ചെയ്യാൻ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നെക്സ്റ്റ് ഡേ നമ്മുടെ 2 ആശാമാരും ചൂലും ഡസ്റ്റ്ബാനും വാക്വം ക്ലീനറും ഒക്കെ വെച്ച് ഇപ്പൊ ഹോസ്റ്റൽ മുഴുവൻ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഇപ്പൊ ഹീറോയോട് ചോദിക്കും, അയ്യോ എന്തു പറ്റി, നിങ്ങൾ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? അതിന് ഹീറോ പറയും, അതൊന്നുമില്ല, ജസ്റ്റ് ഒരു ടൈം പാസ്, വെറുതെ ഇരിക്കല്ലേ, അതുകൊണ്ട് ഹോസ്റ്റൽ മുഴുവൻ ഞങ്ങൾ 2 പേരും ചേർന്ന് ക്ലീൻ ചെയ്യാന്ന് കരുതി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ചപ്രത്തലേനും ഇസുക്കും അവര് 2 പേരും ഇപ്പൊ നോർമലായിട്ട് സംസാരിച്ച് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.